ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയോ? നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പച്ച തേങ്ങ അരച്ച് വെച്ച ഒരു കടലക്കറിയാണ്. നമുക്ക് അപ്പം, പുട്ട്, ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കടല 5 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചത്. അത് ഒന്ന് നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് അതിന് വേകാനുള്ള വെള്ളം ഒഴിച്ച്, ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. അപ്പോൾ വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല തന്നെയാണ്. അപ്പോൾ ആ മസാലപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എൻ്റെ കുക്കറിൽ ഒരു 5 വിസിൽ വരണം, 5 6 വിസിൽ വരണം. അപ്പോൾ നമുക്കത് ഒന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടല നമുക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ കട്ട് ചെയ്ത തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കതിനകത്ത് മസാല ഒന്നും ചേർക്കണില്ല, തേങ്ങ മാത്രമായിട്ട് എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ആ വലിയ സവാളയും 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരണം. വഴന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. നമുക്കത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടി എടുക്കാം. അപ്പം പച്ചമുളക് കൂട്ടിയെടുക്കണം. അപ്പം മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കണം. ആ മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ വഴറ്റുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരണം. വെന്തുടഞ്ഞ് വന്നാലേ നമുക്ക് എൻ്റെ ഇത് ശരിയാകുള്ളൂ. നമ്മുടെ മസാലയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. അത് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അലിയും. ഇനി അതിനകത്തേക്ക് നമുക്ക് ഞാൻ ഇവിടെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കടലയിൽ ഉപ്പിട്ട് വേവിച്ചാണ്, അപ്പം അതിൻ്റെ വെള്ളവും കൂടെ ഉണ്ടാകും. അപ്പം ഇതിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചതാണ്.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വേവിച്ചെടുത്തേക്കണ കടല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു 10-15 മിനിറ്റോളം നമുക്ക് ഈ കറി നമ്മുടെ കടല കറിയായിട്ട് നല്ലോണം യോജിച്ച് വരണം. അതിന് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതി. നല്ലോണം കറിയൊക്കെ ഒന്ന് തിളച്ച് പറ്റും. നമുക്ക് ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി നോക്കാം. എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാന് ആണ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് കറി ഒന്ന് ഇളക്കി നോക്കണം. കറിയൊക്കെ കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പം അവിടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും നമ്മൾ തീ ഓഫാക്കി ഇരിക്കും തോറും ഒന്നുകൂടെ ചാറ് കുറുകി വരുള്ളൂ. അപ്പം നമുക്കിത് സെർവിങ് ബൗളിലോട്ട് വിളമ്പാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി, നല്ല തേങ്ങ അരച്ച് വെച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ നിങ്ങളുടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.